ഹായ് ഫ്രണ്ട്സ്, ചങ്ങായി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളാരും ഇന്നേവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത രീതിയിലുള്ളൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ ഞാനൊന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോയാലോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതിനാവശ്യമായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ വറുത്ത അരിപ്പൊടിയും പിന്നെ 1 കപ്പ് അളവിൽ തന്നെ പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു ചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്ക്ക് പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് നെയ്യിൽ ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേവരെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് അരമുറി തേങ്ങ തിരുവി വെച്ചിട്ടുണ്ടായിരുന്നു. ആ തിരുമിയ തേങ്ങ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതാട്ടോ. അപ്പോൾ നമ്മൾ തിരുമിയ പാടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് മിക്സിയിൽ വെച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ക്രഷ് ചെയ്തൊന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തേങ്ങാക്കൂട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത നെയ്യ് നല്ലപോലെ ചൂടായി ഇട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം കണ്ടോ നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും ഒന്ന് തേങ്ങ ഒന്ന് മൂത്ത് കിട്ടണ്ട എന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി അതിൻ്റെ തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഈ ഒരു പലഹാരത്തിന് ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറായിട്ട് തേങ്ങ വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കിങ്ങനെ തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചിട്ടെടുക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച പൊടി കൂടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏലക്കാപ്പൊടി മാത്രമാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം അതെല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചൂട് കട്ടിയുള്ള പാത്രം ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിറകടുപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. ഈ പാത്രത്തിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ 1 കപ്പ് അളവിലുള്ള പാല് കൂടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിനി പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ പശുവും പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ് കേട്ടോ. തേങ്ങാപ്പാലിലാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ തേങ്ങാപ്പാൽ എടുത്താലും ഒരു കുഴപ്പമില്ല. അപ്പോൾ പശുവും പാലിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ ഒരു പാല് വെച്ചിരിക്കുന്നത്. ഇനി നല്ലതുപോലെ നമുക്ക് ഇതിനെ ഒന്ന് തിളപ്പിക്കണം കേട്ടോ. തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് മാവ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഫുൾ വാച്ച് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് തിള വരുന്ന സമയത്താണ് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ആദ്യമേ തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാല് പിരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം പാലൊക്കെ നല്ല തിളച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ആ 1 കപ്പ് അളവിലുള്ള അരിപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 സ്പൂണ് നെയ്യും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം തേങ്ങ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നല്ല രീതിക്ക് യോജിപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഈ ഒരു പാലിൽ കിടന്നിട്ട് തന്നെ നമ്മുടെ ഈ മാവെല്ലാം നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പലഹാരം നമ്മൾ ഉദ്ദേശിച്ച പോലെ സ്പോഞ്ചി ആയിട്ടിരിക്കത്തില്ല, നല്ല കട്ടിക്കായി പോകും കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ മാവെല്ലാം വെന്ത് റെഡിയായി വന്ന സമയത്തേക്ക് ഞാൻ ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ട് ശർക്കര പാനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് ഞാൻ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മാവ് കുറച്ചൊന്ന് ലൂസായിട്ടായിരിക്കും ഇരിക്കുന്നത്.
അപ്പോൾ നമ്മൾ കുറച്ച് നേരം കൂടി ഇതിനെ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ മാവൊക്കെ നല്ല രീതിക്ക് വെന്ത് കിട്ടണം. അപ്പോൾ ശർക്കര വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കൂടുതലങ്ങ് ലൂസായി പോകാനൊന്നും പാടില്ല. നമ്മൾ ഇടിയപ്പത്തിനും അരിപ്പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ലേ, ആ രീതിക്ക് തന്നെ കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവെല്ലാം എന്താ നല്ല റെഡിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ച് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഈ പരുവത്തിനാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പം മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുപ്പിൽ നിന്നൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയാൽ ഇങ്ങനെ കുറച്ചൊന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടും കേട്ടോ. ചെറിയതായിട്ട് കൈ പൊള്ളാത്ത രീതിയിലുള്ള ചൂടിനാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് കൈ കൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇതിനെ ഒന്ന് കുഴച്ചിട്ടെടുക്കണം. തീരെ അങ്ങ് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മാവ് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടില്ല. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഇടിയപ്പത്തിനൊക്കെ നമ്മളെപ്പോഴാണ് മാവ് കൈകൊണ്ട് ഞെരടി എടുക്കുന്നതെന്ന്. ഇനി കയ്യിൽ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് പുരട്ടി കൊടുത്തിട്ട്, കയ്യിൽ നല്ലതുപോലെ വെള്ളം പുരട്ടണം, അല്ലെങ്കിൽ ചൂടടിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. കണ്ടോ, കയ്യിൽ കുറച്ച് കൈവെള്ളം ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇതേപോലെ മാവ് നമുക്ക് ഉരുട്ടി യോജിപ്പിച്ചിട്ടെടുക്കാവേ. അപ്പോൾ വെള്ളം തൊട്ട് തന്നെ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ കൈ പൊള്ളിപ്പോവും കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടുണ്ട് നമ്മുടെ മാവിൽ. അപ്പോൾ മാവൊക്കെ ഞാൻ നല്ല രീതിക്കൊന്ന് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. മാവൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്താൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടിയിട്ട് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. മാവ് ഇപ്പോഴും നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് കണ്ടോ. അപ്പോൾ നമ്മുടെ മാവൊക്കെ ഞാനൊന്ന് നല്ല രീതിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണ് മാറ്റാനുള്ളത്. ഈ ഒരു മാവ് നമുക്ക് റെസ്റ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കൈ കൊണ്ടൊക്കെ ഇതേപോലെ ഉരുട്ടിട്ട് കണ്ടോ, മാവ് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. കണ്ടോ, ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് മാറ്റാം. ചെറിയ ഉരുള എന്ന് പറയുമ്പോൾ തീരെ ചെറിയ ഉരുളകളൊന്നും അല്ല കേട്ടോ. നമ്മൾ അത്യാവശ്യം കുറച്ച് വലിയ ഉരുളകളായിട്ട് മാറ്റിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് പരത്തി ഇങ്ങനെ എടുക്കാവുന്നതാണ്. ഇത് കൈകൊണ്ട് തന്നെ പ്രസ് ചെയ്തിട്ടാണ് ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവൽ ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മാവ് ഉരുളകളാക്കുന്ന മുമ്പേ തന്നെ രണ്ട് കൈയിലും കുറച്ച് കൈവെള്ളം ഒന്ന് തൊട്ട് കൊടുക്കണം. അതിനുശേഷം മാവ് ഇതേപോലെ നല്ല രീതിക്ക് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഉരുട്ടിയെടുത്തിട്ട് ഇതേപോലെ ഈ ഒരു ഷേപ്പിന് ആക്കിയെടുക്കാം. ഈ ഒരു ഷേപ്പിന് ഞാൻ ആക്കിയെടുക്കുന്നത് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാണാനൊക്കെ ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നമ്മൾ ഓയിലൊന്നും ചേർക്കുന്നില്ലല്ലോ, ആവിയിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഞാനൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇഡ്ഡലിത്തട്ടിലേക്ക് ഞാൻ ഇവിടെ അല്പം നെയ്യാണൊന്ന് തടവി കൊടുക്കുന്നത് കേട്ടോ. നെയ്ക്ക് പകരം നിങ്ങൾ ഓയിൽ തടവി കൊടുത്താലും ഒരു കുഴപ്പവും ഇല്ല. അതിനുശേഷം നമുക്ക് ഇതൊരു ഇഡ്ഡലി ചെമ്പിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇഡ്ഡലി ചെമ്പൊക്കെ ഒന്ന് റെഡിയാക്കി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി തട്ടിറക്കി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പലഹാരം ഇതിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ല ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് കുഴക്കട്ടയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊരു പത്തിരിയാണ്, ശർക്കര പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ശർക്കര പത്തിരി ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ തട്ടിലേക്കെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത തട്ടും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്കതിൻ്റെ മീതെ കൂടി നമുക്ക് ഈ ഒരു ശർക്കര പത്തിരി വെച്ച് കൊടുക്കാവേ. അപ്പോൾ ഇത് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കൊക്കെ ഇത് ഇഷ്ടമാകും കേട്ടോ. അത് ഉറപ്പായ കാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. അപ്പോൾ നമ്മുടെ ശർക്കര പത്തിരി ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മൂടി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതൊക്കെ ആവി കയറിയിട്ട് നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടുവേ. അപ്പോൾ നമ്മുടെ ശർക്കര പത്തിരി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പത്തിരി അവിടെ അടിപൊളിയായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. ഇത് ഇഡ്ഡലി തട്ട് വെച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ കമിഴ്ത്തി തട്ടി കൊടുത്താലും മതി, ഒട്ടിയൊന്നും പിടിക്കത്തില്ല. ഇത് ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് എടുത്തു എന്നുള്ളതേ ഉള്ളൂ.
നല്ല ചൂടാണ് കേട്ടോ, നല്ല അത്രയ്ക്കും നല്ല കണ്ടോ, നല്ല ചൂടായിട്ടായിരിക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇഡ്ഡലി നമ്മൾ ഇഡ്ഡലിയൊക്കെ തട്ടി കൊടുക്കത്തില്ലേ, അതേപോലെ എടുത്തു വെച്ചിട്ട് തട്ടിയെടുക്കാവുന്നതുമാണ്. ഇതേപോലെ ഒന്ന് പറക്കി പറക്കി എടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഈവനിങ് സ്നാക്കൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്ക് അടിച്ച് പൊട്ടിക്കാനും മറക്കരുത്. അപ്പോൾ അതിലൊരു ഓൾ ഓപ്ഷൻ കാണിക്കും, അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.